അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറത്തുൽ ആദിയാത്ത്, ഖുർആനിലെ 100-ാം അധ്യായം, അതിലെ ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, അൽ മുരിയാത്തി എന്നാൽ എന്ത്? ഉത്തരം, കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പൊരി പറത്തുന്നവ. ഈ ദൃശ്യം കുതിരകളുടെ ശക്തിയെ ഉദ്ഘോഷിക്കുന്നതോടൊപ്പം ആ ഊർജം ദൈവമാർഗത്തിൽ സമർപ്പിക്കപ്പെടുന്നതിൻ്റെ ആലങ്കാരിക ഭംഗിയും നൽകുന്നു. അടുത്ത ചോദ്യം, അൽ ആദിയാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം, ഓടുന്നവ. അതായത് പൂർണ്ണ ശക്തിയോടെ ഇരമ്പിയടിക്കുന്ന കുതിരകൾ ഒരേ സമയം ഭൗതിക ശക്തിയെയും ആത്മീയ ചൈതന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ അല്ലാഹു 5 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു. അവ ഏവ? ഉത്തരം, 1 കിതച്ചോടുന്ന കുതിരകൾ, 2 തീപ്പൊരി പറത്തുന്നവ, 3 പ്രഭാതത്തിൽ മിന്നൽ വേഗത്തിൽ ആക്രമിക്കുന്നവ, 4 പൊടിപടലങ്ങൾ ഉയർത്തുന്നവ, 5 ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുന്നവ. അടുത്ത ചോദ്യം, ലബ്ഹൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം, കുതിരകൾ ഓടുമ്പോഴുണ്ടാകുന്ന കിതപ്പിൻ്റെ ശബ്ദം. അടുത്ത ചോദ്യം, പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നത് സൂചിപ്പിക്കാൻ പ്രയോഗിച്ച പദം ഏത്? ഉത്തരം, ഫൽ മുഗൈറാത്തി സുബ്ഹ. സുബ്ഹ ഇവിടെ ഒരു സൂചനയാണ്. രാത്രിയുടെ മൂടൽ ഭേദിക്കുന്ന, ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത ആക്രമണം. അസർന എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? അവ ഉയർത്തി കുതിരകൾ ഓടുമ്പോൾ ഉയർത്തുന്ന പൊടിപടലങ്ങളെ കുറിക്കുന്നു. അസർന. അടുത്ത ചോദ്യം, കനൂദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം, കടുത്ത നന്ദികേട് കാണിക്കുന്നവൻ. ഇത് വെറും ഒരു ഗുണദോഷ വിവരണമല്ല. ദൈവകൃപകൾ ആനന്ദിക്കുകയും ദൈവനാമം ഉള്ളിൽ ഘോഷിക്കാൻ മടിക്കുകയും ചെയ്യുന്ന ആ ഉൾവൈരുദ്ധ്യത്തെ ഖുർആൻ അക്ഷരങ്ങൾ ഉള്ളിൽ തൊടുന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഖനൂദ് എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കുന്ന ആളെന്നാണ്. അടുത്ത ചോദ്യം, കുതിരകളുടെ ഈ പരാക്രമങ്ങൾ വിവരിച്ച ശേഷം അള്ളാഹു പറയുന്ന പ്രധാന കാര്യം എന്താണ്? ഉത്തരം, മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് കടുത്ത നന്ദികേടുള്ളവനാണ്. ഈ 5 സത്യവചനങ്ങളുടെ ആകെ ലക്ഷ്യം ഈ ഒരു ആരോപണത്തിന് ഭാരം കൂട്ടുകയാണ്. ജീവൻ നൽകുന്ന ദൈവത്തോട് ഇത്ര ലഘുവായി പ്രതികരിക്കുന്ന മനുഷ്യപ്രകൃതി. അടുത്ത ചോദ്യം, ഹസനുൽ ബസരി റഹിമഹുല്ല ഖനൂദ് എന്ന പദത്തിന് നൽകിയ വിശദീകരണമെന്ത്?
ഉത്തരം: അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറന്നു പോവുകയും പ്രയാസങ്ങൾ മാത്രം എണ്ണിപ്പറയുകയും ചെയ്യുന്നവൻ. ഈ ദർശനം ഇന്നും ആഴത്തിൽ ചിന്തിക്കാൻ ക്ഷണിക്കുന്നു. 100 നന്മകൾ ലഭിക്കുമ്പോൾ ഒരു ദുഃഖത്തിൽ മുങ്ങുന്ന ഹൃദയം കനൂദ് ആണ്. അടുത്ത ചോദ്യം: വഇന്നഹു അലാ ദാലിക ലശഹീദ് എന്നതിലെ ഷഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉത്തരം: മനുഷ്യൻ തന്നെ ആ നന്ദികേടിന് സാക്ഷിയാണ് എന്നാണ്. മനുഷ്യൻ്റെ നന്ദികേടിന് മനുഷ്യൻ തന്നെ സാക്ഷിയാണ് എന്നാണ് പറയുന്നത്. ഹുബ്ബുൽ ഖൈർ എന്നതുകൊണ്ട് ഖുർആൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം. ഖൈർ അല്ലെങ്കിൽ നന്മ എന്ന വാക്ക് ഇവിടെ ധനം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മനുഷ്യൻ സ്വന്തം ദൃഷ്ടിയിൽ ഏറ്റവും വലിയ നന്മ ഭൗതിക ഐശ്വര്യമാണ്. ഈ ആത്മചതിയെ ഖുർആൻ ഭാഷ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഹുബ്ബുൽ ഖൈർ, ഇതിൽ ഖൈർ എന്നുദ്ദേശിച്ചത് ധനത്തോടുള്ള അമിതമായ സ്നേഹമാണ്. അടുത്ത ചോദ്യം: ബുഇസിറ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ശരിയുത്തരം: ഇളക്കി മറിക്കപ്പെട്ടാൽ, പുറത്തെടുക്കപ്പെട്ടാൽ, ഖബറുകൾ തകർക്കപ്പെടുകയും മൃതശരീരങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ആ ഭീതിതമായ നിമിഷത്തെ ഈ ഒറ്റ വാക്ക് ജീവസുറ്റതാക്കുന്നു. ബുഇസിറ. ഹുസ്സില മാ ഫിസ് സുദൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം: ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങൾ വെളിവാക്കപ്പെടും. ഒളിച്ചുവെച്ച ഉദ്ദേശ്യങ്ങൾ, അഹങ്കാരം, ദൈവനിഷേധം ഇവയെല്ലാം ഖിയാമത്ത് നാളിൽ ഇവ ഓരോന്നും തുറന്ന ഗ്രന്ഥം പോലെ ദൃശ്യമാകും. ആ ദിനം ഒന്നും മറഞ്ഞുകിടക്കുകയില്ല. ഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങൾ വെളിവാക്കപ്പെടും. അടുത്ത ചോദ്യം: ഈ സൂറത്ത് മക്കി അധ്യായമാണോ മദനി അധ്യായമാണോ? ഉത്തരം: മക്കി അധ്യായമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മിക്ക പണ്ഡിതരും ഇത് മക്കി സൂറത്താണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇഴകലർന്ന ദൃശ്യഭാഷ, ചുരുങ്ങിയ ആയത്തുകൾ, ഖിയാമത്ത് ഓർമ്മിപ്പിക്കൽ ഇവ മക്കി ശൈലിയുടെ ലക്ഷണങ്ങളാണ്. അടുത്ത ചോദ്യം: യുദ്ധക്കുതിരകളെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചതിലൂടെ നൽകുന്ന സന്ദേശം എന്ത്? ഉത്തരം: ഉടമ നൽകുന്ന അല്പഭക്ഷണത്തിന് പകരമായി ജീവൻ പണയം വെക്കുന്ന കുതിരയേക്കാൾ നന്ദി കെട്ടവനാകരുത് മനുഷ്യൻ. ജീവൻ, ആരോഗ്യം, ബുദ്ധി, ഭൂമി ഇവ നൽകിയ ദൈവത്തോടുള്ള ബാധ്യത എത്ര ഗഹനമാണ്. അടുത്ത ചോദ്യം: ഖദ്ഹൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: തട്ടുകയോ ഉരസുകയോ ചെയ്യുക. തീപ്പൊരി ഉണ്ടാക്കുന്ന ആ ഘർഷണ പ്രക്രിയ. ഓരോ കുളമ്പടി ശബ്ദവും ദൈവമാർഗത്തിൽ ഒരു ചുവടുവെക്കലാണ്. ആ ശബ്ദം പോലും ദൈവം ആദരിക്കുന്നു. അടുത്ത ചോദ്യം: ഫവസത്ന ബിഹി ജംഅ. ഫവസത്ന ബിഹി ജംഅ എന്നതിലെ ജംഅ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: ശത്രുക്കളുടെ സംഘം അഥവാ സൈന്യം. ഒന്നുചേർന്ന ശത്രുക്കൾക്കിടയിലേക്ക് ഇരച്ചു കയറുന്ന കുതിരകൾ. ഫവസത്ന ബിഹി ജംഅയിലെ ജംഅ എന്ന് പറയുന്നത് ശത്രുക്കളുടെ സംഘമാണ്.
അടുത്ത ചോദ്യം, നഖഅൻ എന്നാൽ എന്ത്? ഉത്തരം, പൊടിപടലങ്ങൾ. ഒരു സൈനിക ആക്രമണ ദൃശ്യം. അടുത്ത ചോദ്യം, മരിച്ചവർ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏത്? ഉത്തരം, ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. ഖബറുകളിൽ ഉള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെടും. അടുത്ത ചോദ്യം, മനുഷ്യൻ നന്ദി കെട്ടവനാകാൻ പ്രധാന കാരണമായി ഈ സൂറത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം, ഭൗതിക സമ്പത്തിനോടുള്ള അമിതമായ മോഹം. അടുത്ത ചോദ്യം, ഖബീർ എന്ന നാമം അള്ളാഹു ഇവിടെ ഉപയോഗിക്കാൻ കാരണമെന്ത്? ഉത്തരം, ബാഹ്യകർമ്മങ്ങൾ മാത്രമല്ല, ഹൃദയ രഹസ്യങ്ങൾ പോലും ദൈവം അറിയുന്നു എന്ന ഉദ്ഘോഷണം. അടുത്ത ചോദ്യം, ലശദീദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം, കഠിനമായവൻ, ഉറച്ച ബദ്ധനായവൻ, സമ്പത്തിനോടുള്ള സ്നേഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവൻ. ഇതൊരു സ്ഥിരം അവസ്ഥ, ഒരൊറ്റ ദിവസത്തെ ദൗർബല്യമല്ല, എപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അതിനാണ് ഷദീദ് എന്ന് പറയുന്നത്, കഠിനമായവൻ. അടുത്ത ചോദ്യം, ഈ സൂറത്തുൽ ഖാരിയയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, ഖാരിയ പരലോകത്തിൻ്റെ ഭീകരത ചിത്രീകരിക്കുന്നു. ആദിയാത്ത് ആ പരലോകം മറക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ വ്യക്തമാക്കുന്നു. അടുത്ത ചോദ്യം, കുതിരകളുടെ ഓട്ടം പ്രഭാതത്തിലാണെന്ന് പ്രത്യേകം പറയാൻ കാരണമെന്ത്? ഉത്തരം, മിന്നലാക്രമണങ്ങൾ സാധാരണ പ്രഭാതത്തിൽ നടക്കുന്നതിനാൽ ഉറക്കമുണർന്ന് ജാഗ്രതയോടെ ആരംഭിക്കുന്ന ദൈവമാർഗ സഞ്ചാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അടുത്ത ചോദ്യം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇതിലെ ഇൻസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉത്തരം, സത്യനിഷേധിയായ മനുഷ്യൻ. അടുത്ത ചോദ്യം, പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ബാഹ്യരൂപത്തിനാണോ ഹൃദയത്തിനോ മുൻഗണന? ഉത്തരം, ഹൃദയരഹസ്യങ്ങൾ വെളിവാക്കപ്പെടും. ഫുസ്സില മാ ഫിസ്സുദൂർ. ഉദ്ദേശശുദ്ധിക്കാണ് ദൈവവിചാരണയിൽ അടിസ്ഥാന സ്ഥാനം. അടുത്ത ചോദ്യം, ഹുബ്ബുൽ ഖൈർ എന്നതിലെ ഖൈർ എന്ന വാക്കിന് ഇവിടെ സമ്പത്ത് എന്ന് അർത്ഥം വരാൻ കാരണമെന്ത്? ഉത്തരം, മനുഷ്യൻ സ്വന്തം ദൃഷ്ടിയിൽ സമ്പത്തിനെ ഏറ്റവും വലിയ നന്മയായി കാണുന്നതിനാൽ.